പ്രൊമിനൻറ്റിൻ്റെ പല വ്യത്യസ്ത മോഡലാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണിക്കുന്നത്. ശരിക്കും പ്രൊമിനൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 2011 കോഴിക്കോട് NITയുടെ ഇൻക്യുബേഷൻ സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് എല്ലാത്തിനും ചെയ്തിട്ടുള്ളത്. നമ്മൾ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിനും 5 വർഷത്തെ വാറണ്ടിയാണ്. ഇപ്പോൾ ഇൻവെർട്ടറിനും സോളാർ ഇൻവെർട്ടറും UPSൻ്റെയും കേസിൽ കസ്റ്റമേഴ്സിന് കേരളത്തിൽ എവിടെയാണെങ്കിലും 5 വർഷത്തെ ഓൺസൈറ്റ് വാറണ്ടിയാണ് കിട്ടുന്നത്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്നത് പ്യുവർ സൈൻവേവ് ഇൻവെർട്ടേഴ്സാണ്. ഈ കാണിച്ചിട്ടുള്ളതെല്ലാം പ്യുവർ സൈൻവേവ് ഇൻവെർട്ടേഴ്സാണ്. അതുപോലെ തന്നെ കോപ്പർ ട്രാൻസ്ഫോമറാണ് ഇതിൽ എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാണെങ്കിൽ സോളാർ ഇൻവെർട്ടറാണ് ഇത് കാണുന്നത്. ഇത് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 100 വാട്ടൊക്കെ ഉള്ള കമ്പ്യൂട്ടർ, CCTV അതുപോലുള്ള ആവശ്യങ്ങൾക്കുള്ള പ്യുവർ സൈൻവേവ് ഇൻവെർട്ടറാണ്. അപ്പോൾ പ്യുവർ സൈൻവേവ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഇൻവെർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബാക്കപ്പ് ടൈം കിട്ടും. അതേപോലെ ഫാന് അതുപോലെ മോട്ടർ അങ്ങനെയുള്ള എന്ത് ലോഡ് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാനും പറ്റും. അതാണ് പ്യുവർ സൈൻവേവ് ആയി കഴിയുമ്പോൾ നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. ഇത് ശരിക്കും ഈ രണ്ട് മോഡൽ 1.5 കിലോവാട്ടിൻ്റെ ബെഡ് ടൈപ്പ് ഡിസൈനാണ്. ഡിസ്പ്ലേ ഇല്ലാത്തതും ഡിസ്പ്ലേ ഉള്ളതും. ഇതാണെങ്കിൽ ടവർ ടൈപ്പ് ഡിസൈനാണ്. നമ്മൾ ഇതിൽ ശരിക്ക് 1 കിലോവാട്ട്, 1.5 to 2.5, 3 കിലോവാട്ട് വരെയാണ് ഈ ടവർ ടൈപ്പ് ഡിസൈനിൽ ചെയ്യുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാബിനറ്റ് ഡിസൈനാണ്. അതേപോലെ തന്നെ ഇതിൽ നല്ല സോളാർ കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാനുള്ള ഫീച്ചറും അതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ഉള്ളത്. ഇനി ഇതിനെപ്പറ്റി ഇതിൻ്റെ ഹാർഡ്വെയർ ഡിസൈനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഇൻവെർട്ടേഴ്സും ഏകദേശം ഒരേ ഡിസൈനാണ്. പക്ഷേ ഇത് ശരിക്കും പ്രൊമിനൻറ്റിൻ്റെ തന്നെ ഡിസൈനാണ് ബോർഡ്. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ള. ഇതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ പ്രത്യേകത ഇതിലൊരു ഒരു സ്പെഷ്യൽ റിലേ, അഡീഷണൽ റിലേ ഉണ്ടായിരിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ പവർ സേവിംഗ് എന്നുള്ള ഒരു ടെക്നോളജീൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ടെക്നോളജി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള പവർ വേസ്റ്റേജ് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. സാധാരണ ഒരു ഇൻവെർട്ടർ നമ്മൾ ലൈനിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ലോഡും ഇല്ലെങ്കിൽ പോലും ഏകദേശം 50 വാട്ട് മുതൽ 100 വാട്ട് വരെ ഒരു 1 കിലോ വാട്ട് ഇൻവെർട്ടർ തന്നെ ഏകദേശം വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻവെർട്ടർ ആണെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ അത് ബാറ്ററി ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ആകെ 2 വാട്ടിൽ താഴെ അത് പവർ കൺസപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ കസ്റ്റമർക്ക് ഏകദേശം നല്ല രീതിയിൽ ഒരു ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഹൈ വോൾട്ടേജ് സെൻസിങ് എന്ന് വെച്ചാൽ 230 സെൻസ് ചെയ്യുന്ന സൈഡാണ് കാണിച്ചിട്ടുള്ളത്. ഇത്രയും റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഏകദേശം 2500 വോൾട്ട് ഇൻപുട്ടിൽ വന്നാലും കേടാവാത്ത രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് പറയുകയാണെങ്കിൽ അത് മറ്റേ ഈ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഹീറ്റ് സിങ്കിൻ്റെ സൈസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സാധാരണ മാർക്കറ്റിലുള്ള ഇൻവെർട്ടറുകളൊക്കെ 1 കിലോ വാട്ടിൻ്റെ ബോർഡാണ്. ചെറിയ ഹീറ്റ് സിങ്കാണ് ഉപയോഗിക്കുന്നത്. അതേ സ്ഥാനത്ത് ഇത് നല്ല കൂളിംഗ് എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ഹീറ്റ് സിങ്കാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 5 വർഷത്തെ ഫുൾ വാറണ്ടി കൊടുക്കുന്നത് കാരണം അത്രയും നല്ല രീതിയിലുള്ള സ്പെഷ്യൽ മോസ്ഫെറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡീഷണൽ സ്നബ്ബർ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡിസൈനാണിത്. അതുപോലെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡ് പറയുകയാണെങ്കിൽ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ലോഡിന് അത്രയും സേഫ്റ്റി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ പോലെയുള്ള ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അൾട്രാ ഫാസ്റ്റ് സ്വിച്ചിങ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ SSR വെച്ചിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് റിലേ വെച്ചിട്ടുള്ള സ്വിച്ചിങ് ഉള്ള മോഡലും അവൈലബിൾ ആണ്. പിന്നീട് ഇതിൽ ബിൽറ്റ് ഇൻ വോൾട്ടേജ് റെഗുലേഷൻ ഉണ്ട്. ലോഡിനനുസരിച്ചിട്ട് വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ സോഫ്റ്റ് സ്റ്റാർട്ട്, സോഫ്റ്റ് സ്റ്റോപ്പ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ചാർജിങ്ങിലാണെങ്കിലും സോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടാണ്. സ്മൂത്ത് സ്റ്റാർട്ടിംഗ് ആണ് ചാർജിങ്. അതുപോലെ ചാർജിങ് സ്റ്റോപ്പ് ആവുന്നത് സ്മൂത്ത് ചാർജിങ് സ്റ്റോപ്പാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോൾ KCBയിൽ സ്വിച്ചിങ് വരുന്ന സമയത്ത്, ഇൻവെർട്ടറിൽ നിന്ന് KCBയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഫേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0 ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഇൻവെർട്ടർ സ്വിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിലേൻ്റെ അകത്ത് സ്പാർക്കോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അത്രയും നല്ല ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാറ്ററീൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡീപ്പ് ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ബാറ്ററീൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ചാർജിങ് മോഡ് അതിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ലോഡ്
ഇൻപുട്ടിൽ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 240ൻ്റെ എബോവ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 240 അല്ല 270 വോൾട്ടിൻ്റെ എബോവ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ മോഡിലേക്ക് മാറും. ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ലോഡുകൾക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അണ്ടർ വോൾട്ടേജ് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു 190 വോൾട്ടിൽ താഴെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഇൻവെർട്ടർ മോഡിലേക്ക് മാറും. അങ്ങനെ ലോഡിനെ എത്രയും സേഫ് ആയിട്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള കൂളിംഗ് ഫീച്ചേഴ്സ് ഇൻ്റലിജൻറ്റ് ഒരു ഫീച്ചറാണ് കൊടുത്തിട്ടുള്ളത്. ലോഡിനനുസരിച്ചിട്ട് ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലും ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മോഡൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഓക്കെ, ഇതിൽ ആദ്യം നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ബാറ്ററീൻ്റെ പൊളാരിറ്റി തെറ്റാത്ത രീതിയിൽ റെഡ് വയർ ബാറ്ററീൻ്റെ പോസിറ്റീവിലേക്കും ബ്ലാക്ക് വയർ ബാറ്ററീൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യം അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ബ്രേക്കർ ഓഫ് ചെയ്തിടുക. ശേഷം ആദ്യം നമ്മളുടെ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള സ്റ്റിക്കർ കാണിച്ചിട്ടുള്ള സ്ഥലത്ത് ഫസ്റ്റ് കണക്ഷൻ, ഇത് ഫേസ് ഇൻപുട്ടാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തത് നോ കണക്ഷനാണ്. മൂന്നാമത്തത് ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുള്ള ഇത് സ്റ്റിക്കറിൽ കാണിച്ചിട്ടുള്ളത് ഇത് ന്യൂട്രലാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഇത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടാണ്, ഇത് ലോഡിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ ഇതിൽ നമ്മളൊരു സ്പെഷ്യൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ഇൻവെർട്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ള കമ്പനികളൊന്നും കൊടുക്കാത്ത രീതിയിലൊരു അഡീഷണൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് ന്യൂട്രലിന് അക്രോസ് ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കമ്പോണൻറ്റ് കത്തിപ്പോവുകയും ബ്രേക്കർ ഡൗൺ ആയി പോവുകയും ചെയ്യും. പിന്നെ ഈ ബ്രേക്കർ ഓൺ ആക്കിയാലും വർക്ക് ചെയ്യില്ല. കസ്റ്റമർക്ക് തന്നെ ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ടെസ്റ്റ് വെച്ചിട്ട് മുകളിലുള്ള 2 സ്ക്രൂ അഴിച്ച് കളഞ്ഞിട്ട് ഇത് കമ്പോണൻറ്റ് മാറ്റുക. ഒരു സ്പെയർ കമ്പോണൻറ്റ് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അത് തിരിച്ചവിടെ ഈ കമ്പോണൻറ്റ് ഇല്ലാതെ ഇൻവെർട്ടർ വർക്ക് ചെയ്യും. പക്ഷേ ഇത് ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഇൻ കേസ് ഇടിവെട്ടൊക്കെ വരുന്ന സമയത്ത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പോണൻറ്റ് വെച്ചിട്ടുള്ളത്. ഈ ഇൻവെർട്ടറും അതുപോലെ അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ലോഡിനും ഒന്നും പറ്റാതിരിക്കാനാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ കമ്പോണൻറ്റ് ഇല്ലാതെയും ഇൻവെർട്ടർ വർക്ക് ചെയ്ത് ഇവിടെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതും റീപ്ലേസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് റീപ്ലേസ് ചെയ്ത ശേഷം ബ്രേക്കർ ഓൺ ആക്കിയാൽ മാത്രമേ പിന്നെ അത് മെയിൻസ് അതിലേക്ക് എടുക്കുള്ളൂ. അതേപോലെ ഇതിൽ നമുക്ക് ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടറിനെ സോളാർ ഇൻവെർട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാറ്ററി KCBയിൽ നിന്ന് ചാർജ് ചെയ്യാൻ പാടില്ല. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഗ്രിഡ് ചാർജിങ് ഓണും ഓഫും ആക്കാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഗ്രിഡ് ചാർജിങ് ഓൺ ആണ്. ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ മെയിൻസിൽ നിന്ന് ബാറ്ററി ചാർജ് ആവും. ഇത് ഗ്രിഡ് ചാർജിങ് ഓഫിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി ചാർജ് ആവില്ല. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിത് സോളാർ ഇൻവെർട്ടറായിട്ട് മാറ്റുമ്പോൾ അഡീഷണൽ കൂളിംഗ് ഫാൻ വയ്ക്കാനുള്ള ഫീച്ചർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് വേണമെങ്കിൽ 16 ആംപിയർ സോക്കറ്റിൽ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ ഈ ടെർമിനലിൽ നിന്നും എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ കണക്ഷൻ. ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇൻവെർട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ പിന്നെ ബാറ്ററി വോൾട്ടേജ് പെർസെൻറ്റേജ്, അതുപോലെ തന്നെ ലോഡ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഉണ്ടാവും. ഈ ലൈനിലുള്ള വോൾട്ടേജ് 230 വോൾട്ട് ഇൻപുട്ട് വരുന്നത് എത്രയാണെന്നുള്ള വോൾട്ടേജ് ഡിസ്പ്ലേ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്പ്ലേ ഉണ്ടാവും. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ളതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും.